അല്ല മുജാഹിദാളെ, നിങ്ങളെന്താ വിചാരിച്ചത് ആദ്യം മൗലിദ് തുടങ്ങിയത് മുളഫർ രാജാവാണോ, പിന്നെ സമസ്തക്കാർ ഏറ്റെടുത്തുന്നോ? എന്നാൽ അതൊന്നും അല്ല. ഇപ്പൊ മുസ്ലിയാക്കന്മാരുടെ പുതിയ അപ്ഡേഷൻ ഒന്ന് കേട്ടു നോക്കി. മൗലിദ് ചൊല്ലാൻ വേണ്ടി കൽപ്പിച്ചതും ഇമാമിയങ്ങളല്ല നമ്മൾ തെറ്റിദ്ധരിക്കേണ്ട. അതേപോലെ തന്നെ താബികളുമല്ല, സ്വഹാബത്തുമല്ല, തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുമല്ല. പിന്നെ ആരാണ്? ലോകം പടച്ച് നിയന്ത്രിക്കുന്ന അള്ളാഹു സുബ്ഹാനഹു തആലയാണ് ആദ്യമായിട്ട് മൗലിദ് ചൊല്ലണതും ചൊല്ലാൻ വേണ്ടി കൽപ്പിക്കുന്നതും. അപ്പൊ നിങ്ങളെ തഴവ ഉസ്താദിന്റെ മൗലിദ് നിങ്ങൾ തള്ളി. കാരണം അതിലുള്ള മൗലിദ് കഴിക്കൽ മുമ്പ് പതിവില്ലാത്തതാ, അത് ഹിജ്റ 300 ശേഷം വന്നാനാ. അപ്പൊ ഹിജ്റ 300 ശേഷം വന്ന ഒരു സാധനത്തിന് ഖുറാനിൽ തെളിവുണ്ടെന്ന് പറഞ്ഞ അതിന്റെ അർത്ഥം എന്താ? മൗലൂദ് തെറ്റാനാണ്. ഇനി അള്ള ഓതിയ മൗലൂദ് ഏതാ? അതൊന്ന് കേൾക്കാം നമുക്ക്. ഖുർആനിൽ ആയത്തുകളാണ് ഈ കാണുന്നത്. ആർക്ക് വേണമെങ്കിലും അർത്ഥം വെക്കാം. ഇതിലൊക്കെ പറയുന്നത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മദ്ഹുകളാണ്. അപ്പൊ അള്ള പറഞ്ഞത് മദ്ഹാണ്, അല്ലാതെ മൗലൂദല്ല. ഖുർആനിൽ അള്ളാഹു ഈ കാണിച്ച ആയത്തിലൊക്കെ ഉള്ളത് റസൂലുള്ളാഹിന്റെ മദ്ഹ് പറഞ്ഞതാണ്. മൗലൂദ് എന്നൊരു പ്രയോഗം പരിശുദ്ധ ഖുർആനിൽ എവിടെയുമില്ല. മാത്രമല്ല മൗലൂദ് എന്ന് പറഞ്ഞാൽ ഇസ്ബുൻ സബാൻ ഔ ഇസ്മു മക്കാനാണ്, ഒന്നുകിൽ ജനിച്ച സമയം അല്ലെങ്കിൽ ജനിച്ച സ്ഥലം. അപ്പൊ മൗലൂദിനെ കുറിച്ചല്ല ഇവിടെ പരാമർശം. റസൂലുള്ളാഹിനെ പുകഴ്ത്തി പറയുന്ന മദ്ഹിനെ കുറിച്ചാണ്. ഖുർആനിൽ അള്ളാഹു റസൂലുള്ളാഹിന്റെ മൗലൂദ് ഓതി എന്ന് നിങ്ങൾ ആദ്യം പറഞ്ഞത് കളവാണ് എന്ന് നിങ്ങൾ തന്നെ നിങ്ങളെ വീഡിയോയിൽ സമ്മതിക്കുകയാണ് ചെയ്തത്. അള്ളാഹിനെ നമ്മൾ എപ്പോൾ ആരാധിക്കണ്ടേ? അള്ളാഹ്ക്ക് വേണ്ടി എപ്പോൾ ഇബാദത്ത് ചെയ്യണ്ടേ? എന്നിട്ട് എന്തിനാണ് അള്ളാഹു സുബ്ഹാനഹു തആല സ്പെഷ്യൽ ആയിട്ട് റമദാൻ മാസം നമുക്ക് തന്നത്? അള്ളാഹുവിലേക്ക് ലയിച്ചു ചേരാൻ വേണ്ടിയിട്ടല്ലേ? അതേ പ്രകാരം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ എപ്പോഴും നമ്മൾ സ്നേഹിക്കണം, ഇഷ്ടപ്പെടണം, മദ്ഹുകൾ പാടണം, പറയണം, ഒക്കെ ചെയ്യണം. എന്നാൽ റബീഉൽ അവ്വൽ മാസം വരുന്ന സമയത്ത് സാധാരണഗതിയിൽ സ്നേഹിച്ചുകൊണ്ടിരിക്കുന്ന ആൾക്ക് സ്നേഹം കൂടുതലാണോ കുറയലാണോ? അപ്പൊ അടുത്ത തെളിവ് ഇനി മൗലിദ് ആഘോഷിക്കാൻ റമദാൻ മാസാണ്. റമദാൻ മാസം അള്ളാഹുവിലേക്ക് ഏറ്റവും അടുക്കാൻ അള്ളാഹു പഠിപ്പിച്ച മാസം തന്നെയാണ്. പക്ഷേ അതെങ്ങനെ അടുക്കണം, എങ്ങനെ നോമ്പ് നോൽക്കണം, അത്താഴം എങ്ങനെ കഴിക്കണം, നോമ്പിന്റെ കർമ്മങ്ങൾ എങ്ങനെയായിരിക്കണം എന്നെല്ലാം റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചിട്ടുണ്ട്. നിങ്ങൾ പറഞ്ഞ റബീഉൽ അവ്വലിന് അങ്ങനെ പ്രത്യേകമായ ഒരു പുണ്യം റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ച ഒരു അരമുറി ഹദീസെങ്കിലും കാണിക്കാൻ കഴിയും മൂല്യരെ? മദ്ഹിനൊന്നും മുജാഹിദുകൾ എതിരല്ല. റസൂലുള്ളാഹിനെ പുകഴ്ത്തണം, റസൂലുള്ളാഹിനെ പുകഴ്ത്തി പാടണം, പറയണം. പ്രവാചകന്റെ ജീവിതത്തെ നമ്മുടെ ജീവിതത്തോട് ചേർത്ത് വെച്ചിട്ടായിരിക്കണം റസൂലുള്ളാഹിനെ സ്നേഹിക്കേണ്ടത്. അതല്ലാതെ നിങ്ങൾ കാണിക്കുന്ന രൂപത്തിൽ ഈ പുതിയ കോപ്രായങ്ങൾക്ക് ദീനുമായി ഒരു ബന്ധമില്ല. ഇനി അദ്ദേഹത്തിന്റെ അടുത്ത സങ്കടം ഒന്ന് നോക്കൂ. ലോകത്താദ്യമായിട്ട് ഇബ്ലീസ് കരഞ്ഞതപ്പോഴാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പിറവെടുത്തപ്പോഴാണ്. അവന്റെ അനുയായികൾ ഇങ്ങനെ കരഞ്ഞുകൊണ്ടിരിക്കും. ഇബ്ലീസ് കരഞ്ഞതിനെ മുജാഹിദുകളുടെ കരച്ചിലുമായി കൂട്ടിക്കെട്ടാൻ നോക്കുകയാണ്. യഥാർത്ഥത്തിൽ ഇബ്ലീസ് കരഞ്ഞത് റസൂലുള്ളാഹി ജനിച്ചപ്പോഴാണ്. അപ്പൊ ഇബ്ലീസ് ചിരിക്കൽ എപ്പോഴായിരിക്കും? സ്വാഭാവികമായും റസൂലുള്ളാഹി മരണപ്പെടുമ്പോഴായിരിക്കും. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മരണപ്പെട്ടത് റബീഉൽ അവ്വൽ 12 എന്ന് എല്ലാ പണ്ഡിതന്മാരും ഒരേ സ്വരത്തിൽ പറഞ്ഞതാണ്. എന്നാൽ റസൂലുള്ളാഹി ജനിച്ച ദിവസവുമായി ബന്ധപ്പെട്ട്, മാസവുമായി ബന്ധപ്പെട്ട്, വർഷവുമായി ബന്ധപ്പെട്ട് വലിയ അഭിപ്രായ വ്യത്യാസം കാണാൻ ചെയ്യാം. അപ്പൊ പ്രവാചകൻ മരണപ്പെട്ട റബീഉൽ അവ്വൽ 12 ഇബ്ലീസ് ചിരിക്കുക. ആ ഇബ്ലീസിന്റെ കൂടെ ചിരിക്കുന്നവരാണ് നിങ്ങൾ സമസ്തക്കാർ.